നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ലൈംഗിക പീഡന ആരോപണങ്ങളിൽ അന്വേഷണം തുടരുന്നതിനിടെ നിർണായക വെളിപ്പെടുത്തലുമായി മാധ്യമപ്രവർത്തക ലക്ഷ്മി പത്മയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പുറത്തുവന്ന ഓഡിയോ എല്ലാം വ്യാജമെന്നും അങ്ങനെ ഒരു പെൺകുട്ടിയില്ല എന്നും അങ്ങനെ ഒരു ഗർഭമോ ഇല്ല എന്നും അങ്ങനെ പറയുന്നവരോടാണ് അങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട്, അവർ വളരെയധികം മാനസിക ആഘാതത്തിലാണെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. അശാസ്ത്രീയമായ ഗർഭചിത്രവും തുടർ ആരോഗ്യ പ്രശ്നങ്ങളും യുവതി നേരിടുന്നുണ്ട്. ഒരു പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള മാനസികമായ കരുത്ത് അവൾക്കോ ആ കുടുംബത്തിനോ ഇല്ലെന്നാണ് അവൾ പറയുന്നതെന്നും ലക്ഷ്മി പത്മ ഫേസ്ബുക്കിൽ കുറിക്കുന്നു. ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഞാൻ അവളെ കണ്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പുറത്തുവന്ന ഓഡിയോ എല്ലാം വ്യാജമെന്നും അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല എന്നും അങ്ങനെ ഒരു ഗർഭമോ പോലും ഇല്ല എന്നും പറയുന്നവരോടാണ്. അങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട്, അവർ വളരെയധികം മാനസിക ആഘാതത്തിലാണ്. ആ ബന്ധത്തിൽ നിന്നും അവരുടെ ബുദ്ധി അവരെ പിന്തിരിപ്പിക്കുന്നുവെങ്കിൽ കൂടിയും മനസ്സിപ്പോഴും അയാളിൽ കുടുങ്ങിക്കിടക്കുന്ന നിസ്സഹായമായ മാനസികാവസ്ഥയിലാണ് അവർ. അശാസ്ത്രീയമായ ഗർഭചിത്രം, തുടർ ആരോഗ്യ പ്രശ്നങ്ങൾ, ചുറ്റും നടക്കുന്ന സ്ലട്ട് ഷെയ്മിങ്, ഇതിനൊക്കെ ഇടയിൽ ആകെ പകച്ചു നിൽക്കുന്ന ഒരാളെയാണ് ഞാൻ കണ്ടത്. മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടും ഭക്ഷണം കഴിച്ചിട്ടുമൊക്കെ പല നാളായ ഒരാൾ അപ്പോഴും ഇങ്ങനെ ഒരു കാര്യം പുറത്തു വന്നത് വഴി സമൂഹത്തിൽ കുറച്ച് സ്ത്രീകളെങ്കിലും ചതിക്കുഴികളിൽ നിന്നും രക്ഷപ്പെടാൻ ഇടയാകുന്നു എങ്കിൽ അതിൽ ആശ്വാസം കണ്ടെത്തുകയാണ് അവർ. പരാതി കൊടുക്കണമെന്ന് പല ആവർത്തി ഒരു സഹോദരി എന്ന നിലയിൽ അവരോട് പറഞ്ഞു. പക്ഷേ അങ്ങനെ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള മാനസികമായ കരുത്ത് അവൾക്കോ ആ കുടുംബത്തിനോ ഇല്ല എന്നാണ് അവൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അവരുടെ ഐഡന്റിറ്റി വെളിയിൽ വരുന്നതിനെ കുറിച്ചും വല്ലാത്ത ആശങ്കയുണ്ട്. പുറത്ത് നമ്മൾ അറിഞ്ഞതിലും ഗുരുതരമാണ് യാഥാർത്ഥ്യങ്ങൾ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇരയാക്കപ്പെട്ട ആളുകളെ പോലും അയാൾ ഇപ്പോഴും മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിലേക്കൊക്കെ അന്വേഷണം എത്തണം. എന്ത് ഈ വിഷയത്തിൽ എഴുതിയാലും വന്ന് നിങ്ങൾക്ക് അയാളിൽ നിന്നൊരു ദുരനുഭവം ഉണ്ടായോ എന്ന് ചൊറിയുന്ന ടീംസിനോട് എല്ലാവരോടും കൂടി പറയുന്നു. എന്നോട് അയാൾ വളരെ മാന്യമായാണ് ഇടപെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ ചോദ്യം ഇടയ്ക്കിടെ വേണ്ട. അവളെ കേട്ട് കഴിഞ്ഞപ്പോൾ പെൺകുട്ടിക്ക് പരാതിയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാമൂഹ്യ സാഹചര്യമാണല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന് തോന്നിപ്പോയി. സോഷ്യൽ മീഡിയ വഴി വേട്ടക്കാരനെ വെളുപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കിടെ എത്ര സ്ത്രീകൾ ചവിട്ടി വിധിക്കപ്പെടുന്നു. രാഷ്ട്രീയ നേട്ടങ്ങൾക്കായുള്ള പലവിധ ചെളിവാരിയെറിയലുകൾ വേറെ. സ്ത്രീകൾക്ക് തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാനുള്ള ഒരിടമായി നമ്മുടെ നാടിനെ മാറ്റണമെങ്കിൽ കൂട്ടായ ശ്രമങ്ങൾ ആവശ്യമുണ്ട്. ഇതിനിടയിൽ ചില ടീംസിന്റെ പുതിയ കഥയും കേട്ടു. ഏതോ മാധ്യമ പ്രവർത്തക പരാതിയിൽ നിന്നുമായി ഇരയാക്കപ്പെട്ട പെൺകുട്ടിയെ പിന്തിരിപ്പിച്ചുവെന്ന്. അങ്ങനെ ഒരു വിഷയമുണ്ടെങ്കിൽ തെളിവ് സഹിതം പുറത്തുവിടണം. അത്തരം മാധ്യമ പ്രവർത്തനം ഈ സമൂഹത്തിന് ആവശ്യമില്ലെന്നും ലക്ഷ്മി പത്മ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായുള്ള അന്വേഷണം തുടരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡനാരോപണം അന്വേഷിക്കാൻ പുതിയ അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിരുന്നു. ആരോപണം ഉന്നയിച്ച 6 പേരിൽ നിന്നും ക്രൈംബ്രാഞ്ച് DYSP ഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘം മൊഴിയെടുക്കാനാണ് നീക്കം. യൂത്ത് കോൺഗ്രസ് മുൻ പ്രസിഡന്റ് കൂടിയായ രാഹുലിനെതിരെ മാധ്യമങ്ങൾ വഴിയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും ആരോപണം ഉന്നയിക്കുകയല്ലാതെ ഇവർ ആരും പരാതികൾ നൽകിയിരുന്നില്ല. എന്നാൽ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്കുൾപ്പെടെ ലഭിച്ച പരാതികളുടെ തുടർച്ചയായാണ് അന്വേഷണം മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. പരാതിക്കാരുടെ മൊഴിപ്രകാരം ആരോപണം ഉന്നയിച്ചവരെ നേരിട്ട് കണ്ട് മൊഴിയെടുക്കാനും തെളിവുകൾ ശേഖരിക്കുവാനുമാണ് പോലീസിന്റെ നീക്കം. ഇതിനായി സൈബർ പോലീസ് സംഘത്തെയും വനിതാ പോലീസിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടെലഗ്രാം ചാറ്റുകൾ, ശബ്ദരേഖകൾ എന്നിവ തെളിവായി സമാഹരിക്കും.